ആകാശത്തിലും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷപരിപൂർണമായ വെളിച്ചത്തിന്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും നിൽക്കുന്ന നിശ്വാസവും ഇല്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിന്റെയും നിത്യജീവന്റെയും ഭവനത്തിലും വസിക്കുകയും പുതിയ സ്തുതിയുടെയും ആത്മീയ സന്തോഷത്തിന്റെയും ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കലേറിയ വീണ്ടെടുപ്പുമുള്ളതിനാൽ അറിഞ്ഞും അറിയാതെയും മനസ്സോട് മനസ്സുകൂടാതെയും ഞങ്ങൾ ചെയ്തുപോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരങ്ങളുടെ പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം Gracias.
സന്തോഷം നിറഞ്ഞിരിക്കുന്നതിന്റെ മണവറയിൽ പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവോത്തമൻ തന്റെ സൈന്യങ്ങളുടെ ആയിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ പരിശോധനയ്ക്ക് ന്യായവിധിക്കുമായിട്ട് വരുന്നു. ന്യായാധിപതിയെ ഭയപ്പെടാത്തവനാരുള്ളൂ? രാജാവ് തന്റെ സിംഹാസനത്തിലിരിക്കുന്ന ആദാമും സന്താനങ്ങളിൽ തന്റെ മുൻപാകെ ഒന്നിച്ചു കൂടുകയും സർവഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സർവവംശങ്ങളും കാണപ്പെടുകയും ചെയ്യുന്നു. തീച്ചുവാലയും വടിയുള്ള ഭയങ്കരനായ രാജാവ് തന്റെ ദാസന്മാരോട് കൽപ്പിക്കുന്നു. അവർ നീതിമാന്മാരെ ന്യായക്കാരെന്ന് വേർതിരിക്കുന്നു. അവർ ഭയങ്കരത്തുള്ള വലിയ സിംഹാസനത്തിന്റെ മുൻപാകെ നിൽക്കുന്നു. രാജാവ് തന്റെ വലത്ത് ഭാഗത്തുള്ളവരോട്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് പ്രവേശിച്ച് ജീവനെ അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് കൽപ്പിക്കുന്നു. അവിടെ ഇടത്ത് ഭാഗത്തുള്ളവർ മഹാഭയത്തോടും ലജ്ജയോടും കൂടെ നിൽക്കുന്നു. ശപിക്കപ്പെട്ടവരെ നരകാഗ്നിയിലേക്ക് പോകുമെന്ന് അരുളി ചെയ്യുന്ന രാജപുത്രന്റെ ശബ്ദം അവർ കേൾക്കുന്നു. നല്ലവർ പ്രകാശത്തിന്റെ മണവറയിലേക്ക് പ്രവേശിക്കുന്നു. ദുഷ്ടന്മാർ ഇരുട്ടിലേക്ക് പോകുന്നു. തന്റെ മുൻപാകെ സകല സൃഷ്ടികളും കുമ്പിട്ട് വന്ദിക്കുന്ന രാജാധിരാജാവും കർത്താവുമായുള്ളവരെ, ഞങ്ങൾ നിന്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് ജാതികളുടെ നിന്റെ ഉപദേശങ്ങളെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. തന്റെ പുത്രനെ പിതാവിന് മഹത്വം ഒരുക്കുകയും ആദാമിനെ ജീവിപ്പിക്കുകയും ചെയ്ത പുത്രനെന്നും പരിശുദ്ധ റൂഹായ്ക്ക് സ്തോത്രവും മഹത്വവും പ്രവേശിച്ച് എന്നേക്കുണ്ടായിരിക്കട്ടെ. മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണദിവസം കയ്പുള്ള ദിവസമാകുന്നു. അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണദിവസമല്ല മനുഷ്യനും ഒരു പാനീയമാകുന്നു. എന്നാൽ അത് യൗവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവുമുള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവർത്തിയാൽ നിവർത്തിയായി. എല്ലാവനോന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യം അവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാളുകളിൽ നിന്നും നിനക്ക് സ്തുതി. അധീനതയിൽ എന്നും
ക്രിസ്തുമേലാശ്രയിക്കരുതെന്ന് മരണം ചൊല്ലുന്നു. മരണമുഖത്ത് നിന്നൊഴിയുന്ന ഒരുത്തനുമില്ല. അയതിന്റെ അധികാരം കേട്ടുപോകുന്നുമില്ല. ഉത്തരമരുള ദൈവ അനുഗ്രഹിക്ക. ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും എന്നാൽ എന്റെ സഹോദരന്മാരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശുവിൽ ഉയർന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോട് കൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോട് സൂക്ഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്കുള്ളവരെയില്ല എന്നുള്ള അതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നു. മെസ്സിഹായിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് സൂക്ഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എഴുന്നേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് വേഗത്തിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. സഹോദരന്മാർ, നാം വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടെ ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിന്റെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധായ ശരീരമെടുക്കാൻ ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടികളാലൊക്കെ പഠിപ്പിച്ചു. സ്വർഗ്ഗരാജ്യങ്ങളുടെ ദിവ്യഷ്ടങ്ങളെ എടുത്ത് മണവാളിനെതിരേൽക്കുന്നതിന് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. എന്നാൽ അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദിവ്യഷ്ടങ്ങൾ എടുത്ത് എണ്ണ എടുത്തിട്ടില്ല. ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദിവ്യഷ്ടങ്ങളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണ എടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രാമയക്കം പിടിച്ചുറങ്ങിപ്പോയി. പാതിരാത്രി മണവാളൻ പുറപ്പെടുകയെന്ന് ആർപ്പുള്ളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദിവ്യവേഷ്ടികളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഇതാ ഞങ്ങളുടെ ദിവ്യവേഷ്ടികൾ കെട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർക്കുമായിട്ട് നിങ്ങൾക്കും പോരാന്ന് വരാതിരിക്കാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീനെന്ന് പറയുന്നു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരു വീരുന്നവരോടുകൂടെ മണവയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. എന്നാൽ എടുക്കാൻ മറ്റേക്കും വരുമെന്ന് കർത്താവേ നിങ്ങൾക്ക് തുറക്കണമേ എന്ന് പറയുന്നു. അവനുത്തരമായിട്ട് അവരോട്, ഞാൻ നിങ്ങൾ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ആ നാളും നാഴികയും നിങ്ങൾ അറിയാതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവരും ഒരുമിച്ച് ഭംഗിയോട് നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള ക്രിയലായുസ്സോടും മൃദുവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഇടവിനും ആത്മാക്കളുടെയും സർവജനത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും അധികാരമുള്ളവനായ വിശ്വാതന്ത്രാനെ നിങ്ങളോട് നിങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനാകുന്നു എന്ന് വിശ്വസിക്കുന്ന ജീവനുണ്ട്. ഞാൻ വിധിക്കവരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക്
കാലത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അരുളിച്ചെയ്തവനായ ഞങ്ങളുടെ മെശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മെശിഹാ തമ്പുരാനെ നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടുകൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ നിന്നെ എതിരേൽക്കാനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റുഹായും സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ മേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നിർമ്മിച്ചത് 3 പ്രാവശ്യം എന്ന് ചൊല്ലണം. വന്യവൈദികരെ, ദുഃഖാർത്ഥരായുള്ള കുടുംബാംഗങ്ങളെ, പ്രിയ ദൈവജനമേ, 69 വർഷങ്ങളിലെ സാർത്ഥകമായിട്ടുള്ള ജീവിതം പൂർത്തീകരിച്ച് കർത്തൃസ്ഥലത്തിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയദാസിയുടെ ഭൗതിക ശരീരത്തോട് ഇവിടെ പറയുന്ന സന്ദർഭമാകുമല്ലോ ഇത്. ജീവിതത്തിൽ ഒരു പുൽച്ചെടി നട്ടു വളർത്തുന്നതിനെയും ഒരു മുൾച്ചെടി പറിച്ചു വളരുന്നതിനെയും ലോകവും സ്മരിക്കും. ഇത് സാർത്ഥകമാക്കിയ മഹത്വമാണ് ഡോക്ടർ കൃഷ്ണൻ പിട്ടി. തൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷകളിലൂടെ അവരിനോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, സമൂഹത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ജീവിതം, പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മഹതിയാണ്. എബ്രാഹിം ലേഖന എഴുത്തുകാരൻ 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നത്, ഹാഗോൽ മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞ് സംസാരിക്കുവാൻ സാധിക്കുമോ? എബ്രാഹിം ലേഖന കർത്താവ് അസന്നിഗ്ധമായിട്ട് പറയുന്ന സംഗതിയാണ്. ഹാഗോൽ തനിക്ക് ഏറ്റവും പ്രധാനമെന്ന് തോന്നിയതായുള്ള യാഗം ദൈവത്തിൽ അർപ്പിച്ചതിലൂടെ, കാഴ്ചകൾ അർപ്പിച്ചതിലൂടെ തലമുറകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ചെയ്യുന്നതായുള്ള നന്മ ലോകത്തോടോ തലമുറകളോടോ സംസാരിച്ചുകൊണ്ടിരിക്കും. തിന്മയും അപ്രകാരം
വിശ്വാസമാണ്. അത് പറയാൻ ഇത്രയും വരേണ്ടത് ആവശ്യമില്ലായിരുന്നല്ലോ. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ സഹോദരിമാരുടെ മരിച്ച വിശ്വാസത്തിന്റെ ഉയർത്തെഴുപ്പാണ് അവിടെ യാഥാർത്ഥ്യമായി തീർന്നത്. ലാസർ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിനേക്കാൾ അവരുടെ നഷ്ടപ്പെട്ട മരിച്ചുപോയ വിശ്വാസത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഓരോ മരണവും നമുക്ക് നൽകുവാനുള്ള സന്ദേശം ജീവിതത്തിന്റെ ക്ഷണികാവസ്ഥയെ കുറിച്ചാണ്. ഈ ഭൗതിക ശരീരം നിശ്ചലമെങ്കിലും അത് വളരെ വായാലമാണ്. നമ്മോട് പറയുന്നത് ജീവിതം ക്ഷണികമാണ്. ഈ ക്ഷണികമായുള്ള ആയുസ്സിനെ ആശ്രയിക്കുന്നതിനേക്കാൾ നിത്യമായുള്ള ജീവിതത്തിൽ വിധേയപ്പെടുവാനും വിനയപ്പെടുവാനുമായിട്ടാണ് ഈ ശുശ്രൂഷയെ സമർപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളൂ. ആയുസ്സിന്റെ അനിത്യതയെ കുറിച്ചുള്ള ബോധ്യമുണ്ട്. നിത്യമായിട്ടുള്ള അനശ്വരമായുള്ള ജീവിതത്തിനായിട്ട് വിധേയപ്പെടുവാനും വിനയപ്പെടുവാനും സാധിക്കണം. 59 വർഷങ്ങളിലെ സാർത്ഥകമായിട്ടുള്ള ജീവിതത്തിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ഈ ഇടവയ്ക്കും അനുഗ്രഹീതമായുള്ള സംഭാവനകൾ ചെയ്ത പ്രിയപ്പെട്ട കുസുമിറ്റിയുടെ വേർപാട് ഉള്ള ദുഃഖം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. സഭയുടെ പൊതുവിലായിട്ടുള്ള കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ പ്രത്യേകമായിട്ടുള്ള അനുശോചനം ഈ സമയം രേഖപ്പെടുത്തുന്നു. കുടുംബാംഗങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ആവശ്യമായിട്ടുള്ള ശാന്തി നൽകട്ടെ. പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ ആ അവധി കാണിച്ച നല്ല കാൽപ്പാടുകളിൽ ചരിക്കുവാൻ ഇടയായി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥനയ്ക്കായിട്ട് തലകാവും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് തലമുറകളുടെ ദൈവമായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്ന നല്ല ചേർന്നതാവേ, ജീവന്റെയും മരണത്തിന്റെയും അധികാരം അങ്ങേക്ക് മാത്രം. അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ചിരുന്നതിലാക്കിയിരിക്കുന്നു. തിരുഷ്ടപ്രകാരം ദൈവവിചാരണയിൽ മനുഷ്യപുത്രന്മാരെ തിരികെ വരികയെന്ന് തള്ളി ചെയ്യുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും നിന്റെ സഖിലേക്ക് വരേണ്ടവരാകുന്നു എന്ന് ഞങ്ങൾ ഓർക്കുന്നു. ലോകത്തിൽ ജീവിച്ച തന്റെ ജീവിതയോട്ടം സ്ഥിരതയോടുകൂടി കർത്തൃസന്നിധിയിലേക്ക് തനിക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന നീയുടെ കിരീടം പ്രാപിക്കുവാൻ വിളിച്ചാക്കപ്പെട്ടിരിക്കുന്ന ഗാസ്റ്റിയുടെ ധന്യവരകരമായ ജീവിതത്തെ ഞങ്ങൾ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ആ മാതാവിന്റെ നല്ല മാതൃകളിൽ ചരിക്കുവാൻ, കാൽപ്പാടുകളിൽ ചരിക്കുവാൻ തലമുറകൾക്ക് ഉടനെയാക്കി തീർക്കണമേ. പ്രിയപ്പെട്ട പിതാവിനെയും മക്കളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൊച്ചുമക്കളെയൊക്കെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ആ മാതാവ് കാണിച്ച നല്ല വിശ്വാസത്തിന്റെ ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷകളുടെ മാതൃകയിൽ ചരിക്കുവാൻ അവരെ ഒരുപോലെ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഓരോ മരണവും ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഞങ്ങളുടെ ആയുസ്സിന്റെ ക്ഷണികാവസ്ഥയെ കുറിച്ചാണ് എപ്പോഴും ഓർക്കുവാൻ കൃപ ചെയ്യണമേ. ഈ ക്ഷണികമായുള്ള ആയുസ്സിനെ ആശ്രയിക്കുന്നതിനേക്കാൾ നിത്യമായുള്ള ജീവിതത്തിൽ വിധേയപ്പെടുവാനും വിനയപ്പെടുവാനും കൃപ ചെയ്യണമെന്ന് യാചിക്കുന്നു. സകല ബുദ്ധിയുമായുള്ള സമാധാനം ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് നൽകി ഗ്രഹിക്കണം. തുടർന്നുള്ള ശുശ്രൂഷയിൽ ക്രമം ഉപയോഗിക്കണമേ. ഈ നാമത്തിൽ യാചിക്കുന്ന പ്രാർത്ഥനകളെ കൃപയോടെ കൈക്കൊള്ളണമേ. എല്ലാവർക്കും ഇരിക്കാം. കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ അല്പസമയം പ്രിയപ്പെട്ട ബിജു നമ്മോട് സംസാരിക്കുന്നതാണ്. അഭിവന്ദ്യ മാത്യുസ്മാൻ മക്കാരിയസ് തിരുമേനി, ഇടവ വികാരി സുശീലച്ചൻ, ബാക്കിയോട് വന്നുകൂടിയിരിക്കുന്ന സകല വൈദിക ശ്രേഷ്ഠരെ, ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ, ഇവിടെ നിൽക്കുമ്പോൾ ഒരു വാക്ക് എനിക്ക് ഓർമ്മ വരുന്നു. There's a saying which says, don't be sad that it's over, be happy that it happened. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ I think we are very grateful to the Lord that Amma happened in our lives.
It was a blessing for us, I think. ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് അമ്മ ഈ ഭവനത്തിൽ ഞങ്ങൾക്ക് അമ്മയെ കിട്ടിയതെന്നുള്ളത്. അമ്മയെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു കാര്യം, ഒരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ഇസ് വാട്ട് ഐ ഹാവ് ഓൾവേസ് സീൻ ഇൻ ഹർ. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തി. ഈ കുടുംബത്തിൻ്റെ ഒരു പെരങ്ങാട്ട് എല്ലാം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇതെടുത്ത് നോക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും സ്ട്രോങ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്ട്രെങ്ത് ആയിരുന്നു അമ്മ. ആൻഡ് നെവർ ഗിവ് അപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, ഒരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അമ്മയുടെ ഒരു മിന്ന് ഒരു പ്രാവശ്യം ഒരു വണ്ടിക്കകത്ത് എവിടെയോ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കളഞ്ഞു പോയി. അത് തിരിച്ചു വന്നിട്ട് അത് കാണുന്നില്ല. അവിടെ എല്ലാം നോക്കി, ഒരിടത്തും കാണാനില്ല. അവസാനം ഇവിടുന്ന് അപ്പായെ നിർബന്ധിച്ച് ആ വണ്ടി എവിടെയാണോ ആ വണ്ടിക്കാർ എടുത്തോട്ട് തപ്പിപ്പിടിച്ച് അവിടെ ചെന്ന് നോക്കി വണ്ടിയെ ചെന്നെല്ലാം കാണുന്നില്ല. കാരണം വണ്ടി അന്നേരം കഴുകാനായിട്ട് ആറ്റിന്റെ തീരത്തും കണ്ടോ കൊണ്ടുപോയിട്ടു എന്ന് പറഞ്ഞു. വണ്ടി കഴുകി. അമ്മ ഇവിടുന്ന് വീണ്ടും അപ്പായെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് അവിടെ പോയി ആ ആറിന്റെ അവിടെ പോയിട്ട് കഴുകി അവിടെ പോയിട്ട് എനിക്ക് അവിടുന്ന് കുറച്ച് മണ്ണെടുത്ത് ഐ എം ഷുവർ ഇത്ര ഫൈറ്റ് ചെയ്ത ഒരാൾക്ക് ഗോഡ് വിൽ നെവർ ഗിവ് അപ്പ്. അവിടുന്ന് ആ മിന്നിന്റെ ആ ഭാഗം അമ്മയ്ക്ക് അവിടുന്ന് കിട്ടി. I think she always pushes us. ഞങ്ങളെല്ലാം നന്നായിട്ട് പുഷ് ചെയ്തിട്ടുണ്ട്. And that's what's made us all the strong people. And the biggest thing I think ഞങ്ങളെല്ലാം കർത്താവിന് വളരെ സ്ട്രോങ് ആക്കുകയും ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും വളരെ സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്തു അമ്മ. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ ഒത്തിരി പേഴ്സണൽ ആയിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് പറയുമായിരുന്നു. സോ ഐ ഫെൽറ്റ് വെരി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ എന്നെ ഒരു സ്ട്രെങ്ത് ആയിട്ട് കാണുമ്പോൾ ഐ ഓൾസോ ഫെൽറ്റ് വെരി റെസ്പോൺസിബിൾ ആൻഡ് വെരി ഹാപ്പി. That's what I said. We are happy that Amma happened in our lives. Amma ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്തിട്ടുണ്ട്, that's for sure, but we are very happy that you are there in Christ's presence and you're seeing all of us. I'm sure you will be happy with us. തിരുമേനിയോടുള്ള പ്രത്യേകമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഭവനത്തിൽ വന്ന് ഞങ്ങളെ സന്ദർശിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്തോടുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. അച്ഛന്മാരോടെല്ലാം ഉള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും എല്ലാം ഞങ്ങൾ വളരെ വളരെ സന്തോഷവും വളരെ വളരെ ഒരു കരുതലും ഞങ്ങൾക്ക് അവിടെ തോന്നിയിരുന്നു. അമ്മ പ്രവർത്തിച്ച സഭാ കൗൺസിൽ, വൈദിക സെലക്ഷൻ, ഇവിടൊക്കെ അമ്മയുടെ കൂടെ പ്രവർത്തിച്ച എല്ലാവരോടും ഉള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. കാരണം ഇതെല്ലാം അമ്മയുടെ ലൈഫിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. വയ്യാത്ത സമയത്തും ഈ വൈദിക സെലക്ഷൻ അല്ലെങ്കിൽ ഈ സഭാ കൗൺസിലൊക്കെ പോവുക എന്ന് പറയുന്ന അമ്മയെ സംബന്ധിച്ചോളം ഒരു ഭയങ്കര ശക്തി തരുന്ന ഒരു കാര്യമായിരുന്നു. ദാറ്റ് മെയ്ഡ് ഹർ ഹാപ്പി ഓൾസോ ആൻഡ് ദാറ്റ് കെപ്റ്റ് ഹർ ഓക്യുപൈഡ്. അമ്മയുടെ കൂടെ പ്രവർത്തിച്ച ഡോക്ടേഴ്സ്, പല സ്ഥലങ്ങളിലായിട്ട് അമ്മയുടെ കൂടെ പ്രവർത്തിച്ച ഡോക്ടേഴ്സ്, അവിടെയുള്ള സ്റ്റാഫ്, ഡോക്ടേഴ്സ് മാത്രമല്ല പല സ്റ്റാഫിനെയും അമ്മ പേരെടുത്ത് പലപ്പോഴും ഞങ്ങളുടെ പറയാറുണ്ട്. ഞങ്ങളുടെ റിലേറ്റീവ്സ് ഇൻ ദ സെൻസ് എൻ്റെ ഫാമിലി, മുട്ടാറുള്ള എൻ്റെ ഫാമിലി, അച്ഛൻ്റെ ഫാമിലി, കുമ്പഴ എന്നുള്ള ഫാമിലി, നിശ്ചിത ഫാമിലി, നിങ്ങളോടുള്ള എല്ലാവരോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ അടുത്ത് വരാനും ഞങ്ങളെ ആശ്വസിപ്പിക്കാനും ഞങ്ങളുടെ കൂടെ നിന്നതിനായിട്ട്. കൊഴുവല്ലൂരുള്ള എല്ലാവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കൊഴുവല്ലൂർ ഫാമിലി അമ്മയെ സംബന്ധിച്ചോളം, എന്നെ സംബന്ധിച്ചിടത്തോളം കൊഴുവല്ലൂർ ഫാമിലി എനിക്ക് വളരെ നോൺ ആയിട്ടുള്ള ഫാമിലിയാണ്. കാരണം അമ്മയാണ് നിങ്ങളെ എല്ലാം എൻ്റെ അടുത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എല്ലാവരെയും കുറിച്ചും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. അമ്മ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അമ്മ നിങ്ങളെ കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. ആൻഡ് ഷീ ലവ്ഡ് ഓൾ ഓഫ് യു. അവസാന കാലങ്ങളിൽ വയ്യാണ്ടായ സമയത്തും പലപ്പോഴായിട്ടും പുഷ്പഗിരിയിലെ ഡോക്ടേഴ്സ് പല ആൾക്കാരും ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നിന്നു. Especially Dr. Rajan Joseph Manyuran and his cardiology team from Pushpagiri Hospital, Dr. Sukumaran, Dr. Thangapan, ഇവരെല്ലാം പേരെടുത്ത് പറയണം ഞങ്ങൾക്ക് തോന്നി. Beena Auntie and Sam Uncle I think was very helpful for us. We really thank you for whatever you've done. Gina Benjamin, Doctor. We also wanted to thank the staff called Jerish, who was there, who helped us out towards the end, and all the staff of Pushpagiri Hospital and Believers Hospital, എല്ലാ ഡോക്ടേഴ്സും, Dr. Daniel Johnson and Ajit, അമ്മയുടെ പല സമയങ്ങളിലും സിലിണ്ടറുകൾ കൊണ്ടുവരാനും ഒക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് വെച്ചതാണ്. എടത്തുവായാലും കർത്തിയപ്പള്ളിയിലും ഒക്കെയുള്ള എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഈ സമയം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പേരങ്ങാട്ട് എല്ലാവരെയും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. 1964 അമ്മയുടെ കൂടെ
പഠിച്ച കോട്ടയം കോളേജിലെ മെഡിക്കൽ കോളേജിലെ ഫ്രണ്ട്സിനെയും എല്ലാം ഞങ്ങൾ ഒരിക്കൽ കൂടെ ഓർക്കുന്നു. അമ്മ നിങ്ങളെല്ലാം വളരെ വളരെ കാര്യമായിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തുകയും ഞങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. ഈ സമയം ഞങ്ങൾ ഒന്നുകൂടി ഞങ്ങളുടെ നെയ്ബേഴ്സിനെ ഓർക്കുന്നു. പ്രത്യേകം ഇന്നലത്തെ സമയം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കുകയും പ്രത്യേകം ജിമോൾ ചേച്ചി, എം ജോസ് കുട്ടി അച്ഛൻ, ശാന്തി ആൻറ്റി, പൊന്നമ്മ ആൻറ്റി, ലീന ചേച്ചി, റഹ്മത്ത് അങ്കിൾ എന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പലതും അറിഞ്ഞില്ല. പക്ഷെ റഹ്മത്ത് അങ്കിളും ബാക്കി എല്ലാ നെയ്ബേഴ്സും എല്ലാവരോടും പ്രത്യേകമുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഈ സമയം ഞങ്ങളെ വാച്ച് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. ഞങ്ങളുടെ കസിൻസ് ആൻഡ് റിലേറ്റീവ്സ് ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. വി വുഡ് ലൈക്ക് ടു താങ്ക് യു. വലിയ പപ്പ എല്ലാം ഞങ്ങൾ ഓർക്കുന്നുള്ളൂ. വരാൻ പറ്റിയില്ല ഞങ്ങൾക്കറിയാം, പക്ഷേ വി ആർ താങ്ക്ഫുൾ ഫോർ യു. പല ആൾക്കാരും ഞങ്ങൾ അറിയാതും ഞങ്ങൾ പോലും അറിയാണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കരുതുകയും ചെയ്ത ഒത്തിരി ആൾക്കാരോട് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഈ ഇടവകയിലെ ആൾക്കാർ, വേറെ ഒത്തിരി ആൾക്കാർ, അവരെ ഒന്നും പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ട് എല്ലാവരോടുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഐ തിങ്ക് വന്നതിന് വളരെ ഞങ്ങളുടെ എല്ലാവരുടെയും വകയുള്ള താങ്ക് യു. ആൻഡ് once more I think we thank the Lord for a Amma like this. Thank you. ഈ ശുശ്രൂഷയ്ക്ക് സാന്നിധ്യം കൊണ്ട്, വാക്കുകൾ കൊണ്ട്, നേതൃത്വം കൊണ്ട് ആശ്വാസം പകർന്ന അഭിമന്യ ഡോക്ടർ മുക്കാരിയോസ് തിരുമേനിയോടും അതുപോലെ വന്ന് സംബന്ധിച്ച എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും എല്ലാ വിശിഷ്ട വ്യക്തികളോടുമുള്ള നന്ദിയും സ്നേഹവും ആദരവും കുടുംബത്തിൻ്റെ നാമത്തിലും ഇടവകയുടെ നാമത്തിലും വീണ്ടും രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഭൗതിക ശരീരം നമുക്ക് സെമിട്രിയിലേക്ക് കൊണ്ടുപോകുവാനായിട്ടുള്ള സമയമായി. സെമിട്രിയിലുള്ള ശുശ്രൂഷയിൽ താല്പര്യമുള്ളവർക്ക് പ്രാർത്ഥനയോടുകൂടെ ഒന്ന് സംബന്ധിക്കാവുന്നതാണ്. മോർകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് സെമിട്രി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. അറിയാവുന്ന ആളുകൾ എല്ലാവരും ദയവായി ആവശ്യമായിട്ടുള്ള റൂട്ട് ഡയറക്ഷൻ പകർന്നു കൊടുക്കണം. വേണ്ടുന്ന ഡയറക്ഷൻ കൊടുക്കുകയും അങ്ങോട്ട് എല്ലാവരും 2 വഴിയിലൂടെ നമുക്ക് പോകാം. ഒരു പാറയൽപ്പള്ളി എന്ന് പറയുന്ന ആ ഇടത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുമ്പോൾ നേരെ മോർകുളങ്ങര സെമിട്രിയിലേക്ക് പോകാം. അല്ലെങ്കിൽ പിന്നെ ബൈപ്പാസ് വഴി നമുക്ക് പോയാൽ, എന്നാൽ അവിടെ റെയിൽവേ ക്രോസിംഗ് ഉണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി വരികയാണെങ്കിൽ ലെവൽ ക്രോസിംഗ് അടയ്ക്കപ്പെടും. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ 2 രീതിയിൽ നമുക്ക് അവിടെ എത്താം. താല്പര്യമുള്ള എല്ലാവരും ആ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കണം. ഇപ്പോൾ ഭൗതിക ശരീരം നമുക്ക് ദേവാലയത്തിൽ നിന്ന് എടുക്കാം. അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വരിക.